കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും നമുക്ക് പഠിക്കാം. ഈ കുറച്ച് 1-2 ആഴ്ചകൾ 17ഉം 18ഉം അധ്യായത്തിലെ ബാബിലോൺ എന്ന വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Okay, so this was the chart, and we saw that we have reached the last judgments, and we have reached the seventh. We just finished the 7 bowls last time in chapter 16. ഈ സ്ക്രീനിൽ കാണുന്നതാണ് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള ആകത്തുക. അതില് നമ്മള് 7 ക്രോധ കലശങ്ങളെ കുറിച്ചുള്ള ന്യായവിധികൾ അത് നമ്മള് 16ാമത്തെ അധ്യായം വരെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ ആഴ്ച നമ്മള് 7ാമത്തെ കലശവും ഒഴിച്ചതായിട്ട് നമ്മൾ കണ്ടു. And today we'll be looking at chapters 17 and 18. ഇന്ന് വെളിപ്പാട് പുസ്തകം 17ാം അധ്യായവും 18ാം അധ്യായവും നോക്കുവാനായിട്ട് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Of course we won't be able to cover the whole thing, so we'll do half today and half we'll do in the next study. അത് മുഴുവനും നമുക്ക് ഇന്ന് തീർക്കുവാനായിട്ട് സാധിക്കുകയില്ലാത്തത് കൊണ്ട് അതിന്റെ പകുതി ഭാഗം ഇന്നും പകുതി ഭാഗം അടുത്ത ആഴ്ചയും പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And we pray that God gives us the wisdom to understand what his word is saying. ദൈവം നമുക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാകുവാനായിട്ടുള്ള ജ്ഞാനം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. So today we'll be doing just the first 3 things, that is the different interpretations of Babylon in Revelation, and the origins of Babylon, and the description of Mystery Babylon. ഈ 6 കാര്യങ്ങളാണ് 17-18 അധ്യായങ്ങളിൽ നമ്മൾ ബാബിലോണിനെ കുറിച്ച് കാണുന്നത്. അതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് ബാബിലോണിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ, ബാബിലോണിന്റെ ആരംഭം, നിഗൂഢ ബാബിലോണിനെ കുറിച്ചുള്ള വിവരണം. ഇത് 3ഉമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. If you remember, when we did Revelation 14, we saw that one of the angels had the second angel had a warning about declaration about the fall of Babylon in Revelation 14 verse 8. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 8ാമത്തെ വാക്യത്തിൽ നമ്മള് ബാബിലോൺ വീണുപോയി എന്നത് രണ്ടാമത്തെ ദൂതൻ വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടു. And there it was written that she who has made the nations drink of the wine of the passion of her immorality. സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം, ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ എന്നാണ് ബാബിലോണിനെ കുറിച്ച് അവിടെ പറയുന്നത്. And in chapter 16, what we saw last time, we saw the 7th bowl. We saw that in verse 19 that Babylon the Great was remembered before God. 16ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ കലശം ഒഴിച്ചപ്പോൾ അവിടെ നമ്മൾ 19ാമത്തെ വാക്യത്തിൽ കാണുന്ന മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി, ദൈവ കോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം ബാബിലോണിന് കൊടുക്കേണ്ടതിന് എന്ന് നമ്മൾ വായിച്ചു. And when chapter 17 and 18 is a more detailed description of what Babylon is. 17ഉം 18ഉം അധ്യായങ്ങൾ, വെളിപ്പാട് പുസ്തകം 17ഉം 18ഉം അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ ബാബിലോണിനെ കുറിച്ചുള്ള കൂടുതൽ വ്യാഖ്യാനങ്ങൾ നമുക്ക് അതിൽ കാണുവാനായിട്ട് കഴിയും. In 17 verse 5 we see that it's labeled the Mystery Babylon. 17ാം അധ്യായം അതിന്റെ 5ാമത്തെ വാക്യത്തിൽ in Malayalam it is written Babylon the Great. It is not Mystery Babylon. Mahadiyam Babylon എന്നാണ് 5ാമത്തെ വാക്യത്തിൽ എഴുതിയത്. Okay, do they have it mentioned that forehead a name was written a mystery? മ്ലേച്ഛതകളുടെ മാതാവ് is what I mean, mother of iniquity is what is written. Okay, is there like as abominations, but forehead a name was written
a mystery. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ. Mystery is okay. So basically, നിഗൂഢമായ ബാബിലോൺ എന്നൊരു പേരും നമുക്ക് 17ാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. So why the mystery is because even today there are different interpretations as to what this Babylon might be. ഇപ്പോഴും ബാബിലോൺ എന്തായിരിക്കും എന്താകും എന്നുള്ളതിനെ കുറിച്ച് പല പഠിപ്പിക്കലുകളും ഉള്ളത് കൊണ്ടായിരിക്കാം നിഗൂഢ ബാബിലോൺ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കരുതാം. So one of the interpretations is that in the Great Tribulation time, this will be the Antichrist system that will be set in place. ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് മഹാപീഡന കാലത്ത് സംഭവിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ വ്യവസ്ഥ എന്നതാവാം. And some people interpret that chapter 17 talks about the religious system, and chapter 18 talks about a political economic system. ചിലർ വിശ്വസിക്കുന്നത് 17ാമത്തെ അധ്യായം മതപരമായ വ്യവസ്ഥയെക്കുറിച്ചും 18ാമത്തെ അധ്യായം രാഷ്ട്രീയപരമായ വ്യവസ്ഥയെക്കുറിച്ചും എതിർ ക്രിസ്തുവിന്റെ വ്യവസ്ഥയെക്കുറിച്ചുമാണ് പറയുന്നത് എന്ന് രണ്ട് പഠിപ്പിക്കലുകളുണ്ട്. But if you read these both chapters together, we realize that it's referring to one and the same city, and they're actually the same thing, and should not be broken down as different things. നാം എന്തായിരുന്നാലും 17ഉം 18ഉം ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് രണ്ട് വ്യവസ്ഥകളല്ല, ഒരേ ഒരു നഗരത്തെക്കുറിച്ച് ഒരേ ഒരു രാജ്യത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. Then some believe that because they believe that the Antichrist is going to bring up the Roman Empire, that this Babylon is actually referring to Rome, which will be the headquarters of the Antichrist. ചിലർ വിശ്വസിക്കുന്നത് എതിർ ക്രിസ്തു റോമാ സാമ്രാജ്യം വീണ്ടും കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാബിലോൺ എന്നത് റോമാ സാമ്രാജ്യമാണെന്നും റോം അതിന്റെ തലസ്ഥാനമായിട്ടിരിക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു. Then some people literally believe that Babylon as a city will be rebuilt. ചിലർ വിശ്വസിക്കുന്നത് ബാബിലോൺ എന്ന നഗരം വീണ്ടും ഉദിക്കും എന്ന് മൂന്നാമത്തെ കൂട്ടർ വിശ്വസിക്കുന്നു. If you know that today, and probably even in John's time, Babylon was a city that was in ruins. ഇപ്പോഴും യോഹന്നാന്റെ കാലഘട്ടത്തിന്റെ സമയത്തും ബാബിലോൺ എന്നത് തകർക്കപ്പെട്ട ഒരു നഗരമായിരുന്നു. And Jeremiah 50 verse 39 says that Babylon will never be rebuilt again. ഇരമ്യാ പ്രവചനം അതിന്റെ 50ാമത്തെ അധ്യായം 39ാമത്തെ വാക്യത്തിൽ ബാബിലോൺ ഇനിയും വീണ്ടും പണിയപ്പെടുകയില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. That's why some people are against literal interpretation of this. അതുകൊണ്ടായിരിക്കാം ചിലർ ബാബിലോൺ വീണ്ടും ഉദിക്കും എന്നുള്ളത് വിശ്വസിക്കാത്തത്. Now some people, if you read, especially those who had come under the Reformation movement and were facing persecution at their time, they have labeled it as the Roman Catholic Church. മാർട്ടിൻ ലൂഥറിനെ പോലെ കത്തോലിക്ക സഭ മൂലം ഉപദ്രവിക്കപ്പെട്ട അനേകർ വിശ്വസിക്കുന്നത് ഇത് റോമൻ കത്തോലിക്ക സഭയായിരിക്കാം എന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടർ ഉണ്ട്. Sometimes when you're facing persecution and problem, you have that tendency to put all that you're reading and into your circumstance and label everything in your circumstance as what you're reading. നാം പലപ്പോഴും പ്രയാസപ്പെടുമ്പോഴും പീഡിപ്പിക്കപ്പെടുമ്പോഴും നമ്മുടെ ഒരു ടെൻഡൻസിയാണ്, ഒരു പ്രവണതയാണ് നാം വായിക്കുന്ന ബൈബിൾ ഭാഗങ്ങളെല്ലാം നമുക്ക് തന്നെ ബാധകമാണ്, നമ്മളുടെ കാലഗതിയെ അത് ബാധിക്കുന്നു എന്ന് തെറ്റായ രീതിയിൽ ചിന്തിക്കുവാനായിട്ട് സാധ്യതയുണ്ട്.
that is why throughout history, lot of wrong interpretations have come, because at that point in history, like when Hitler came, when Saddam Hussein came, everybody labeled them as the Antichrist. അതുകൊണ്ടാണ് പലപ്പോഴും തെറ്റായ രീതിയിലുള്ള നിരൂപണങ്ങൾ ലോകശാസ്ത്രപരമായി നമ്മൾ നോക്കുമ്പോൾ തെറ്റായ രീതിയിലുള്ള നിരൂപണങ്ങൾ വരുന്നത്. ഹിറ്റ്ലർ വന്നപ്പോഴും സദ്ദാം ഹുസൈൻ വന്നപ്പോഴും എല്ലാം അവരാണ് അന്തിക്രിസ്തു, എതിർ ക്രിസ്തു എന്ന് നിരൂപിക്കുവാനായിട്ട് ഇടയായി. So so at that time we have to be patiently waiting for the Spirit to reveal at that time. Spirit will make it known at that time as to who it is. We will definitely know. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായ എതിർ ക്രിസ്തു ആരാണെന്നുള്ളത് പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. നാം എല്ലാവരും അത് കാണുകയും ഇവനാണ് എതിർ ക്രിസ്തു എന്ന് മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. Of course, for us, I mean, the Antichrist, if we are following what we believe, that we'll be raptured, but if there are those who come to faith at that time, they'll be able to identify. ഭാഗ്യവശാൽ നാം ഓരോരുത്തരും എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും അതിനുശേഷമുള്ള മഹാപീഡന കാലത്തിലുള്ള വിശ്വാസികൾക്കെല്ലാം തന്നെ ഇവനാണ് എതിർ ക്രിസ്തു എന്ന് മനസ്സിലാക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. And some think that this Babylon is the apostate Christians. That means unsaved Christians. വേറൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ ബാബിലോൺ എന്ന് പറയുന്നത് വിശ്വാസ പരിത്യാഗികളായ അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികൾ എന്നതിനെയാണ് ചിലർ വിശ്വസിക്കുന്നത്. Others label it as unbelieving Jews. ചിലർ അത് വിശ്വസിക്കാത്ത യഹൂദന്മാർ എന്ന് വ്യാഖ്യാനിക്കുന്നു. But after reading these two chapters and meditating on it, I agree this last one, where it looks like the world's idolatrous, seductive, political, economic, religious system. പക്ഷേ ഈ 17-18 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു വ്യാഖ്യാനം, കറക്റ്റ് ആയിട്ടുള്ള വ്യാഖ്യാനം ഇതാണെന്ന് തോന്നുന്നു. അതായത് ഈ ബാബിലോൺ എന്ന് പറയുന്നത് വിഗ്രഹാരാധനയുള്ള വളരെയധികം പ്രലോഭനങ്ങളുള്ള ഈ ലോക വ്യവസ്ഥ, രാഷ്ട്രീയപരവും സാമ്പത്തികപരവും മതപരവുമായ ഈ വ്യവസ്ഥ, അന്തിക്രിസ്തുവിനാൽ പരിപാലിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയെ ഒരു ലോകത്തെയാണ് ഇത് കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. So I mean, it's still a mystery. It could still be a big city, but more likely it looks like it is a whole world system, which during the time of the Antichrist will become even more seductive and even more prominent. അതൊരു മഹാനഗരമായിരിക്കാം എന്ന് തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ ലോകം മുഴുവൻ എതിർ ക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുന്ന ഈ ലോകം മുഴുവൻ അതിനെ കാണിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതുവാൻ. And what we need to realize that is this system is there primarily to draw people away from God and into sin. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ ലോകം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ദൈവത്തിങ്കൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുവാനും പാപത്തിലേക്ക് നയിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയായിരിക്കും ഇത്. Now, the origin of Babylon is right there in Genesis. ബാബിലോണിന്റെ ആരംഭം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. We can read those verses, Genesis chapter 11, verse 1 to 9. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം.
Shall I read, Tamasha? Yes, yes. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക. നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്നവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്ക് എല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കി കളയുക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി കളയുകയാൽ അതിന് ബാബേൽ എന്ന പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. So this Babel and Babylon, they are actually the same thing. They are the same place. ഇവിടെ വായിക്കുന്ന ബാബേൽ എന്ന് പറയുന്ന നഗരവും ബാബിലോൺ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. In Genesis 1:28, God's original mandate for man and woman was to, be fruitful, multiply, and, subdue the earth and have dominion in relation with him. ഉൽപ്പത്തി പുസ്തകം 1:28 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവീൻ എന്ന് ദൈവഹിതപ്രകാരം ചെയ്യുവാനായിട്ടുള്ള ഒരു ആഹ്വാനമായിരുന്നു ആദാമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞത്. So that was the original plan. God in relationship in with man and woman, spreading out this Eden garden like system into the world, and subduing and dominating in relation with God. ദൈവത്തിന്റെ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് ഇതായിരുന്നു. ഏദൻ തോട്ടം പോലെയുള്ള ആ ഒരു സിസ്റ്റം, ആ ഒരു വ്യവസ്ഥ ലോകമെമ്പാടും വ്യാപിക്കുവാനായിട്ട്, മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ദൈവഹിത പ്രകാരം അത് ലോകമെമ്പാടും വ്യാപിക്കുവാനായിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ദൈവത്തിന് ആദ്യം ഉണ്ടായിരുന്നത്. But after the fall of man made man rebellious against God. Tamasha, can you repeat that once again? With the fall of man, with sin, man and woman became rebellious against God. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ദൈവത്തോട് അതിക്രമം കാണിക്കുക അല്ലെങ്കിൽ വിപ്ലവകരമായി ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. And what we see here in Genesis 11 verse in about Babel is this is the first time that they have come together in rebellion against God. It's like a corporate movement in rebellion against God. ഈ ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് മനുഷ്യരെല്ലാവരും തന്നെ ഒരുമിച്ച് കൂടി ദൈവത്തോട് അതിക്രമം കാണിക്കുന്നു, ഒരുമിച്ച് ചേർന്ന് വന്ന് അതിക്രമം കാണിക്കുവാനായിട്ടുള്ള ഒരു പ്രവണതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. It's like a planning together in rebellion against God. ദൈവത്തിന് എതിരെ ഗൂഢാലോചന ചെയ്യുന്ന, ദൈവത്തിനെതിരെ വിപ്ലവം അല്ലെങ്കിൽ അതിക്രമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. Then verse 4 we continue to read on. It says like let us make for ourselves a name. നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക, നമുക്ക് വേണ്ടി തന്നെ ഒരു പേരുണ്ടാക്കുക എന്നാണ് 4-ാമത്തെ വാക്യത്തിൽ അവർ ചിന്തിച്ചതായിട്ട് നാം വായിക്കുന്നത്. It's the pleasing of the self. സ്വന്തത്തെ അല്ലെങ്കിൽ സ്വയത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവണത, ചിന്ത. And you see they want to build a tower which stands up against the top, reaches into the heavens. Sort of
challenging God, and it's like we don't need God anymore. അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു ഗോപുരം ഉണ്ടാക്കുവാനും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം, അതായത് ദൈവത്തിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ അത്രത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുവാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയ ആയിരുന്നു ബാബേൽ ഉണ്ടാക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചത്. അവര് പറയാതെ പറയുകയായിരുന്നു, ഞങ്ങൾക്ക് ഇനി ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ സ്വയത്തെ തന്നെ സന്തോഷിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുകയാണ്. And we have to realize that this is not too long after the flood. And so, their probable thinking was also that this tower would be a security for them in case there is a flood as well. ആ പ്രളയം ഉണ്ടായതിന് വളരെ അടുത്ത് തന്നെയാണ് ഇങ്ങനെ അവർ ചിന്തിച്ചത്. അപ്പോൾ മനസ്സിലാക്കുന്നത് അവര് ഇനിയൊരു പ്രളയം ഉണ്ടായാൽ അവർക്ക് തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗോപുരത്തിൽ വന്ന് അഭയം പ്രാപിക്കാം എന്നായിരിക്കാം അവർ ചിന്തിച്ചത്. And again, the quest for popularity and power. ജനസമ്മതിക്ക് വേണ്ടിയിട്ടും ശക്തിക്ക് വേണ്ടിയിട്ടുമുള്ള ആ ഒരു വ്യഗ്രതയാണ് ഇവിടെ കാണുന്നത്. And it says that, let's build this, otherwise we will be scattered. In verse 4 it says. നാലാമത്തെ വാക്യത്തിൽ നാം ഭൂതലത്തിലൊക്കെയും ഇരിപ്പാൻ ഒരു പട്ടണം ആകാശത്തോളം പണിയുക എന്നാണ് അവർ പറയുന്നത്. Building out of insecurity without God. ദൈവമില്ലാതെ എത്രത്തോളം അവർ അപകർഷതാ ബോധമുള്ളവരായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. And we read that, the very thing they were scared of, they were building so that they would not be scattered. But we see that God just comes and changes their language and they are scattered. നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അവർ ചിതറി പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടണം, ഈ ഗോപുരം പണിയുവാനായിട്ട് ആരംഭിച്ചത്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് യഹോവ വന്ന് അവരെ മുഴുവൻ ചിഹ്നിച്ചു കളഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. And later we read about this Babel, that it becomes Babylon, and under Nebuchadnezzar it becomes a big empire. നെബൂഖദ്നേസർ രാജാവിന്റെ കീഴിലെ വരുന്ന ബാബിലോൺ എന്ന ആ വലിയ രാജ്യം പിന്നീട് നമ്മൾ കാണുന്നത്, ബാബേൽ എന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. And we repeatedly read about how Nebuchadnezzar desired to have all the worship to himself, have that image built for him. And but there in Daniel 4:30 we see how God humbles this proud and arrogant Nebuchadnezzar. തുടർച്ചയായിട്ട് നമ്മൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നെബൂഖദ്നേസർ രാജാവ് തന്നെ കുറിച്ച് തന്നെ വളരെ പ്രൗഢിയുള്ളവനായിരുന്നു. താൻ ചെയ്ത പ്രവൃത്തികളെ കുറിച്ചും തന്റെ ബിംബത്തെ ആരാധിക്കുവാനായിട്ട് ബാക്കിയുള്ളവരെ നിർബന്ധിക്കുകയും ചെയ്തിരുന്ന ഒരു രാജാവായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. പക്ഷെ നാലാം അധ്യായത്തിന്റെ ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ യഹോവ എപ്രകാരം നെബൂഖദ്നേസറിനെ താഴ്ത്തുന്നു എന്ന് നമ്മൾക്ക് കാണും. And as I told earlier in Jeremiah, the judgment was that Babylon will never be built again. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ബാബിലോൺ വീണ്ടും പണിയപ്പെടുകയില്ല എന്നുള്ള ഒരു പ്രവചനമാണ് യിരെമ്യാ പ്രവചകൻ ചെയ്തത്. But we see that the spirit of Babel and Babylon is still very much alive in the world today. ബാബിലോണിന്റെ ആത്മാവ് ഇപ്പോഴും ഈ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ കാണുന്നത്. Now, when we consider these familiar verses, Ephesians 2 verse 2, it says that it's talking about us. We formerly walked according to the course of this world, according to the prince of the power of the air, of the spirit that now works in the sons of disobedience.
എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്നാണ് വായിക്കുന്നത്. So it says that this world, when it talks about the world, it's talking about the same system, and how this is under the control. The prince of the power of the air is Satan. അത് എഫേസ്യരുടെ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഈ ലോകത്തെ കുറിച്ചാണ്, ഈ ലോകത്തിലുള്ള വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, പ്രിൻസ് ഓഫ് ദി എയർ എന്ന് പറയുന്നത്, ഇപ്പോൾ വ്യാപരിക്കുന്ന ആ ആത്മാവ് എന്ന് പറയുന്നത് പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. And if you remember, when Satan was tempting Jesus Christ, he said that, I'll give you these kingdoms of the earth because they have been handed over to me. സാത്താൻ കർത്താവിനെ പരീക്ഷിച്ച സമയത്ത് പിശാച് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ ലോകം മുഴുവൻ എനിക്ക് തരപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെയും നിനക്ക് തരാമെന്നാണ് കർത്താവിനെ അവൻ പരീക്ഷിക്കുന്നത്. So that dominion which was supposed to be ours in relation with God, when man and woman rebelled, we handed over that dominion to Satan. ഈ ലോകത്തിന്റെ മേലുള്ള അധികാരം നമുക്ക് ദൈവം ഉദ്ദേശിച്ച പ്രകാരം നമുക്കായിരുന്നു നൽകപ്പെടേണ്ടിയിരുന്നത്. അത് നമ്മുടെ ആ റിബല്യൻ, നമ്മുടെ ആ അതിക്രമം മൂലം നാം അത് പിശാചിനെ കൈമാറ്റം ചെയ്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. And this spirit is same now working in the children of disobedience. ഈ അധികാരം ഈ കൈയടക്കി വെച്ചിരിക്കുന്ന ആ ആത്മാവ് അനുസരണകെട്ട മക്കളുടെ മേലും അനുസരണക്കേടിന്റെ മക്കളുടെ മേലും വ്യാപരിക്കുന്ന ആത്മാവാണെന്നാണ് എഫേസ്യരിൽ നമ്മൾ വായിച്ചത്. And the next verse, Ephesians 2:3, says that how we lived under the influence of this world. It talks about lust of the flesh, indulging the desires of the flesh, of the mind, and by nature children of wrath. 3-ാമത്തെ വാക്യത്തിൽ അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. So this is that same, that Babylon, that system under the influence of the evil one, how it controls the people of the world. ഈ വ്യവസ്ഥ, ലോകം എന്ന വ്യവസ്ഥ, അതായത് ഈ ആത്മാവിനാൽ, ഈ അനുസരണക്കേടിന്റെ മക്കളിന്മേൽ വ്യാപരിക്കുന്ന ആ ആത്മാവ്, ഇപ്പോൾ വ്യാപരിക്കുന്ന ആ ആത്മാവ് റൂൾ ചെയ്യുന്ന ആ സിസ്റ്റം, ആ വ്യവസ്ഥ, അതിനെക്കുറിച്ചാണ്, ലോക വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. So that's why if you observe closely, in Revelation 16 verse, the 7th bowl was poured out upon the air. വെളിപ്പാട് 16:17 7-ാമത്തെ തന്റെ കലശം ആകാശത്തിലേക്ക് ഒഴിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. Because that is directed against the system of the prince of the power of the air, which we read in Ephesians 2 verse 2. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ 7-ാമത്തെ കലശം ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആത്മാവിന് നേരെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. And in verse 19 we saw that Babylon the Great was remembered, and as we read in about God's fierce wrath would be poured out against Babylon. 16-ാം അധ്യായം 19-ാമത്തെ വാക്യത്തില് ദൈവ കോപത്തിന്റെ മദ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്.
All these verses we can make out that Babylon is actually the evil world system that is, that is being controlled by Satan and by the Antichrist when he comes. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ബാബിലോൺ എന്ന് പറയുന്നത് അപ്പോൾ ഉള്ള ആ ലോക വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അത് എതിർ ക്രിസ്തുവിനാലും പിശാചിനാലും ഭരിക്കപ്പെടുന്ന ആ ലോക വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. So we'll just look at the description of Babylon, which is mentioned from verses 1 to 5. 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബാബിലോണിനെ കുറിച്ചുള്ള വിവരണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 5 വരെയുള്ള വാക്യം, 6 വരെയുള്ള വാക്യം. Maybe you can read verses 1 to 5. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം, മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. Okay, so from here we can see, as you were saying, that this woman is titled as Babylon, the mother of harlots and of abominations on the earth. 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഈ മഹതിയാം ബാബിലോണിനെ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നാണ് എന്ന പേരാണ് അവളുടെ നെറ്റിയിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ വായിക്കുന്നത്. And she is said to be the greatest enticing that would come to mankind. ഈ സ്ത്രീയാണ് ഏറ്റവും ഈ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ. Now, the term harlot that is used to refer to an unfaithful woman, and not necessarily, one who does it on payment. മഹാവേശ്യ എന്നാണ് ഈ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന പേര്. വേശ്യ എന്ന് പറയുന്നത് പണത്തിന് വേണ്ടിയിട്ട് തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സ്ത്രീ എന്നല്ല. എന്നിരുന്നാലും ഭർത്താവിനോട് തെറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കും. So in the New Testament we read of the term harlot just 6 times, but it's mentioned around 75 times in the Old Testament. പഴയ നിയമത്തിൽ 6 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 6 പ്രാവശ്യവും പഴയ നിയമത്തിൽ 75 പ്രാവശ്യവും വേശ്യ എന്നുള്ള ഒരു റെഫറൻസ് കാണുവാൻ സാധിക്കും. And in the Old Testament time, most of the time it's in reference to God's people. 75 പ്രാവശ്യവും പഴയ നിയമത്തിൽ പറയുന്നതിൽ മിക്കവാറും അത് ഇസ്രായേൽ മക്കളുടെ പാപത്തെ കുറിച്ചാണ് പറയുന്നത്. So what does this harlot or harlotry stand for? വേശ്യ അല്ലെങ്കിൽ വേശ്യാവൃത്തി എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. So in Hosea 9 verse 1, from that verse it talks about harlotry is about people forsaking God, or it's about anything that draws people away from God. It's an act of harlotry. ദൈവത്തിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തെ എന്തെങ്കിലും ഒരു കാര്യം മാറ്റുന്നു, അത്
വേശ്യാവൃത്തി അല്ലെങ്കിൽ പരസംഗം എന്നാണ് ഹോശേയ പ്രവചനം 9:1 നമ്മൾ വായിക്കുന്നത്. And it's interesting to note that in Exodus 34:15 and 16, that it's even the nations who run after idols are, that term of harlotry is used even for the nations. വിഗ്രഹങ്ങളുടെ പുറമെ പോകുന്ന രാജ്യങ്ങളെയും വേശ്യകൾ അല്ലെ പരസംഗം ചെയ്യുന്നവളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. And Isaiah 1:21, Jeremiah 3:8, this term harlotry refers to unfaithfulness to God. ദൈവത്തോട് കൂറ് കാണിക്കാത്ത ഒരു ജനതയാണ് യെശയ്യാ പ്രവചനം 1:21 ഇരമ്യാ പ്രവചനം 3:8 പരസംഗം ചെയ്യുക അല്ലെങ്കിൽ വേശ്യാവൃത്തി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So it talks about worship. It's worship of idols, other gods, having other gods. It's about having bonds with unbelievers, intimate bonds with unbelievers, and it's also about following one's own heart. മറ്റ് ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുകയും ചെയ്യുന്നതിനെയും അതുപോലെ അവിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ അല്ലാത്തവരെ മായിട്ടുള്ള ബന്ധത്തോടും ചേർത്ത് അതുപോലെ തന്നെ സ്വന്തം ആഗ്രഹങ്ങൾ സ്വന്തം ഹൃദയം പറയുന്നതിന് പ്രകാരം ചെയ്യുന്നതിനെ എല്ലാം ഈ പരസംഗം എന്നുള്ള രീതിയിൽ പല ഭാഗങ്ങളിൽ പഴയ നിയമത്തിൽ കാണാം. And in the New Testament, James 4:4 talks about unfaithfulness as you adulterers, when you go after the world, don't you know that friendship with the world is adultery towards God? യാക്കോബ് എഴുതിയ ലേഖനം 4:4 നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് വായിക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഈ വേശ്യാവൃത്തി അല്ലെങ്കിൽ പരസംഗം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ പുറകെ പോകുന്ന ലോകിക്കുന്നത്. So and the other thing, 2 Corinthians 11:2 and 3, where it talks about how Paul wanted to present the believers as betrothed to Jesus, and how he's anxious that Satan would deceive them from that intimacy or loyalty to Christ. 2 കൊരിന്ത്യർ 11:2-3 നമ്മൾ വായിക്കുന്നതനുസരിച്ച് ക്രിസ്തു എന്ന ഏക പുരുഷനോട് നിങ്ങൾ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിനെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അത് പിശാചിന്റെ ഒരു ഉപായമായിട്ടും നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. So you can just remember that last statement, if all this is not this thing, that the harlot has to do with alluring and seducing people away from an intimate relationship with God. ദൈവവുമായിട്ടുള്ള ബാക്കിയെല്ലാം മറന്നേക്കും, ഈ ഒരു കാര്യം മാത്രം ഓർക്കുക. പരസംഗം അല്ലെങ്കിൽ വേശ്യാവൃത്തി എന്നതുകൊണ്ട് ദൈവവചനം ഉദ്ദേശിക്കുന്നത് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ആ ബന്ധത്തിൽ നിന്ന് നമ്മളെ മാറ്റുന്നതും അതിൽ നിന്ന് നമ്മളെ പ്രലോഭിച്ച് വേറെ ഏതിലേക്കെങ്കിലും കൊണ്ടുപോകുന്നതിനെയാണ് വേശ്യാവൃത്തി എന്ന് അല്ലെങ്കിൽ പരസംഗം എന്ന് പറയുന്നത്. So even today, the world system, the world system which is under the influence of Satan is being designed so that it allures and seduces people away from intimate relationship with God. ഇപ്പോഴുള്ള ഈ ലോക വ്യവസ്ഥയാകട്ടെ അതും ഇതുപോലെ മനുഷ്യനെ ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ നിന്ന് മാറ്റി ഈ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. And during the great tribulation time, as we get closer to the end times, this is going to get amplified more and more. നമ്മള് ലോകാവസാനത്തിലേക്ക് അടുക്കുന്ന ഈ സാഹചര്യത്തിൽ, മഹാപീഡന കാലത്തിന്റെ സാഹചര്യത്തിൽ ഈ വേശ്യാവൃത്തി വളരെയധികം വർദ്ധിക്കും എന്നുള്ള കാര്യം നാം ഓർക്കണം. So lastly, we'll see the description of the harlot, which we had just read in verse 1 to 5.
1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വേശ്യയെ കുറിച്ചുള്ള ആ വിവരണം നമുക്ക് എന്താണെന്ന് കൂടെ ഇന്ന് നോക്കാം. So in verse 3 we saw that she was sitting on the beast. The beast description is very similar to the Antichrist in Revelation 13. മൂന്നാമത്തെ വാക്യത്തിൽ ഈ വേശ്യ ഒരു മൃഗത്തിന്മേൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ പറയുന്നത്. 13ാമത്തെ അധ്യായത്തിൽ കണ്ട ആ മൃഗവുമായിട്ട് വളരെയധികം സാമ്യമുള്ളതിനാൽ ഇത് എതിർ ക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. This world system is going to have the full support of the Antichrist. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലോകപ്രകാരമുള്ള ആ വ്യവസ്ഥ എതിർ ക്രിസ്തുവിന്റെ അധീനതയിലുള്ളതും എതിർ ക്രിസ്തു വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. And if we look, the verses talk about, verse 4 talks about how this harlot will be adorned with purple and scarlet, with gold, precious stones and pearls. 4ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തികളുടെ മ്ലേച്ഛതയും അശുദ്ധിയും എന്നാണ് നമ്മൾ വായിക്കുന്നത്. It talks about the luxury, prosperity and appeal that this harlot will have to seduce people away from God. ദൈവത്തിൽ നിന്ന് പ്രലോഭിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ആ ആഡംബരത്വവും ആ സമൃദ്ധിയും ആ ആകർഷിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. So on the outside everything looks very glamorous and attractive and appealing. പുറമേ നോക്കുമ്പോൾ അത് വളരെയധികം ആകർഷണമുള്ളതായി ആണ് എന്നാണ് നമ്മൾക്ക് കാണുന്നത്. But what lies inside is all abominations, detestable things and uncleanliness. എന്നാൽ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എല്ലാം ജുഗുപ്സ നിറഞ്ഞതും വെറുപ്പ് അറപ്പുള്ളതും വൃത്തിഹീനവുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്. And this is basically what the world offers even today. ഇപ്പോൾ ലോകത്തിന് തരാൻ കഴിയുന്നതും ഇതുപോലെ തന്നെയുള്ള ഒരു സാഹചര്യമാണ് എന്ന് നാം ഓർക്കണം. On the outside everything they make it look very glamorous, appealing and attractive to draw people, but inside if you go into the depths of it, it's all filth and uncleanliness. ഇപ്പോൾ ലോകത്തിന് തരാൻ കഴിയുന്നതും ഇതുപോലെ തന്നെയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെയധികം ആകർഷണീയവും വളരെയധികം സമൃദ്ധിയും ആഡംബരവും ഉള്ള കാര്യങ്ങളാണ് എങ്കിൽ പോലും ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ വൃത്തിഹീനവും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന കാര്യങ്ങളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. When we talk about the term abomination, ജുഗുപ്സ അല്ലെങ്കിൽ വെറുപ്പ് അറപ്പ് നിറഞ്ഞ കാര്യങ്ങൾ എന്ന വാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ Proverbs chapter 6 verse 16 to 19. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവനെ അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. So these are the abominations that we see even in the world today. ഈ കാര്യങ്ങളാണ് ദൈവത്തിന് അറപ്പുണ്ടാക്കുന്നത്. ഈ ലോകത്തിലും നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളാണ് ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. But in Revelation 18 verse 4, Revelation 18 verse 4 is a clear command to believers of all ages, of all times. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ
ഈ ലോകത്തിൽ ഉണ്ടായിരുന്നതും ഉണ്ടായതുമായ സകല വിശ്വാസികൾക്കുമുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് അവിടെ വായിക്കുന്നത്. എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പീൻ, അവളെ വിട്ട് പോരുവീൻ. അവൾ എന്നാണ് ഒരു ആഹ്വാനമാണ് എല്ലാ വിശ്വാസികൾക്കും കൊടുത്തിരിക്കുന്ന ഒരു ആഹ്വാനം. Yeah, so we have to be aware of this enticing nature, and as God's people we have to be set apart and set apart from this Babylon, from the world. ഈ ലോകം തരുന്ന ഈ പ്രലോഭനങ്ങൾ വളരെയധികം ആകർഷണീയമാണ് എങ്കിൽ പോലും വിശ്വാസികളായ നാം ഓരോരുത്തരോടുമുള്ള ദൈവത്തിന്റെ ആഹ്വാനം ഇതാണ്: നാം എല്ലാവരും വേറിട്ടിരിക്കണം എന്ന ഉള്ള ആഹ്വാനമാണ് ദൈവം നമുക്ക് തരുന്നത്. And that's why this same apostle John writes in 1 John chapter 2 verse 15, so do not love the world nor the things of the world. If anyone loves the world, the love of the Father is not in him. 1 യോഹന്നാൻ 2:15 നാം ഇതേ യോഹന്നാൻ തന്നെ എഴുതുകയാണ്: ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല എന്ന് ഇതേ യോഹന്നാൻ തന്നെ എഴുതിയിരിക്കുകയാണ്. And in 1 John 5:19, we know that we are of God and the whole world lies in the power of the evil one. 1 യോഹന്നാൻ 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് വായിക്കുന്നു. So even when we interact with the world and the people of the world, systems of the world, we need to be aware of this and be guided by the word and the spirit at all times. നാം ലോകത്തിലായിരിക്കുമ്പോഴും ലോകവുമായിട്ട് ബന്ധം പുലർത്തുമ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യം, വചനത്താലും ആത്മാവിനാലും ശക്തീകരിക്കപ്പെട്ട നാം വളരെയധികം ശ്രദ്ധയോടെ ഓർക്കേണ്ട ഒരു കാര്യമാകുന്നു ഇത്. So I'll just summarize the points that we saw today. നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കാം. We see that Babel, the origins of Babylon was the first instance of corporate rebellion of man against God. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ട ബാബേൽ നഗരത്തെ കുറിച്ച് നമ്മൾ കണ്ടപ്പോൾ നമ്മൾ പഠിച്ചത് അത് ദൈവത്തിനെതിരെയുള്ള മനുഷ്യന്റെ ഒരുമിച്ച് കൂടിയുള്ള ഒരു അതിക്രമം അല്ലെങ്കിൽ വിപ്ലവമായിരുന്നു എന്നാണ് നമ്മൾ കണ്ടത്. And we saw that how Babylon represents the world's idolatrous political system, political, economic, religious system. It's a whole system which is meant to seduce the people of the world away from God. ലോകം എന്ന ആ വ്യവസ്ഥ രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും മതപരമായവുമായ ആ വ്യവസ്ഥ എപ്രകാരമാണോ മനുഷ്യനെ പ്രലോഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കുന്നത്, അതാണ് ഇപ്പോഴത്തെ ബാബിലോൺ എന്ന് നമ്മൾ കണ്ടു. We saw that it is under the control of Satan. ഈ ലോക വ്യവസ്ഥ പിശാചിന്റെ അധീനതയിലാണ് എന്ന് നമ്മൾ കണ്ടു. And how it entices people away from God. എപ്രകാരമാണോ ഈ ലോക വ്യവസ്ഥ മനുഷ്യനെ ദൈവത്തിങ്കൽ നിന്ന് പ്രലോഭിപ്പിച്ച് അകറ്റി നിർത്തുന്നത് എന്ന് നമ്മൾ കണ്ടു. And what we have to understand is that as we get closer towards the end times, that this system is going to be more enticing, more powerful, and especially so during the Great Tribulation. നമ്മള് കണ്ടത് ലോകാവസാനത്തോട് അടുക്കുമ്പോൾ, ആ മഹാപീഡന കാലത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ ആകുമ്പോൾ ഈ ലോക വ്യവസ്ഥ എപ്രകാരമാണോ കൂടുതൽ പ്രലോഭനം ഉള്ളതും പിശാചിന്റെ അധീനതയിൽ അത് മനുഷ്യനെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. And there is a clear call for the saints to come out and to be set apart. അവസാനമായി നമ്മൾ കണ്ടത് വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമായിരുന്നു. ഇതിൽ നിന്ന് വേറിട്ട് നിന്ന് ദൈവത്തിങ്കിലേക്ക് വേറിട്ട് നിൽക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനം. So in the next study, we will look at what are the areas of influence, who all will come under the influence of this system which will be coming in the Great Tribulation, what are going to be the activities, and finally the judgment of this Babylon.
അടുത്ത ആഴ്ച നമുക്ക് ദൈവമാണെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞുള്ള 3 കാര്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. ഈ ബാബിലോണിന്റെ സ്വാധീന മേഖലകളും ബാബിലോണിൽ സംഭവിക്കുന്ന പ്രവർത്തികളും ബാബിലോണിന് നേരെയുള്ള ന്യായവിധിയും നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. Okay, so is there any doubts or